ഹരേ കൃഷ്ണ. ഇനി വരുന്ന ഏകാദശി കാമദ ഏകാദശി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഏകാദശി അനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഏകാദശി ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ മുൻ ജന്മ പാപകർമ്മങ്ങളിൽ നിന്ന് പോലും നമുക്ക് മോചനം സാധ്യമാണ്. ലളിത് എന്ന ഗന്ധർവൻ ശാപമോക്ഷം നേടിയത് തൻ്റെ ഭാര്യ അനുഷ്ഠിച്ച കാമദ ഏകാദശി വ്രതം മൂലമാണ്. അതുപോലെ നമുക്കും ലളിത് എന്ന ഗന്ധർവന് സാധ്യമായതുപോലെ ഈ കാമദ ഏകാദശി അനുഷ്ഠിക്കുന്നത് മൂലം ശാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. ആഗ്രഹ പൂർത്തീകരണം സാധ്യമാകുന്ന ഒരു ഏകാദശിയാണ് കാമദ ഏകാദശി. കാമദ എന്ന പദത്തിന്റെ അർത്ഥം ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നതാണ്. അപ്പോൾ ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ കുടുംബ സമാധാനം, ആരോഗ്യപൂർണമായ ജീവിതം, ഐശ്വര്യം, ആത്മസാക്ഷാത്കാരം എന്നിവ നമുക്ക് നേടാൻ സാധിക്കും. ആത്മശുദ്ധി കൈവരിക്കാനായിട്ട് സാധിക്കും. ഭഗവാനെ ഭജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ ആത്മശുദ്ധിയും ഭക്തിയും നമുക്ക് വർദ്ധിപ്പിക്കാൻ ഈ കാമദ ഏകാദശിയുടെ വ്രതാനുഷ്ഠാനത്തോടെ സാധിക്കും. പിതൃ അനുഗ്രഹം നമുക്ക് നേടാൻ സാധിക്കുന്ന ഒരു ഏകാദശിയാണ് കാമദ ഏകാദശി. കാമദ ഏകാദശിയിൽ നാം അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനകളും ദാനങ്ങളും നമുക്ക് പിതൃ അനുഗ്രഹം പ്രാപ്തമാക്കാൻ സഹായിക്കും. ദോഷനിവാരണം, ജീവിതത്തിലെ തടസ്സങ്ങൾ, ദോഷങ്ങൾ, കർമ്മഫലങ്ങൾ എന്നിവ മറികടക്കാൻ ഈ ഏകാദശിയുടെ അനുഷ്ഠാനത്തിലൂടെ നമുക്ക് സാധിക്കും. ബ്രഹ്മവൈവർത്ത പുരാണത്തിലാണ് കാമദ ഏകാദശിയുടെ ഫലങ്ങൾ ഭഗവാൻ വിശദമാക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവിനും ഭഗവാനും തമ്മിൽ നടത്തുന്ന സംഭാഷണ മധ്യേയാണ് ഭഗവാൻ ഇതേക്കുറിച്ചിട്ട് വിശദമാക്കുന്നത്. എല്ലാവർക്കും കാമദ ഏകാദശി ആശംസകൾ. ഈ ഏകാദശി വ്രതം ഭക്തിയോടും നിഷ്ഠയോടും അനുഷ്ഠിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.